Hello guys, welcome to a new grand episode of D Square Home Cinemas. D Square Home Cinemasന്റെ ഇന്നത്തെ വീഡിയോ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള നാസർ സാറിന്റെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രീൻ സുവേരയുടെ 120 ഇഞ്ച് ഫിക്സഡ് ഫ്രെയിമാണ്. അതുവഴി ഫിക്സഡ് ഫ്രെയിം വായിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു തിയേറ്ററിൻ്റെ പോയിരുന്ന എങ്ങനെ നമ്മളൊരു വിഷ്വൽ എഫക്റ്റ് അതേ തിയേറ്ററിൽ കിട്ടുന്ന അതേ വിഷ്വൽ എഫക്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റിസീവർ ഡനൻ്റെ 2800 എന്ന് പറയുന്ന മോഡലാണ്. അത് 7.2 റിസീവറാണ്. ഇത് നമ്മളിവിടെ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് 5.1.2 ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ പാക്കേജ് സ്പീക്കറെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പോൾക്കിൻ്റെ സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ടവർ സ്പീക്കർ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എലൈറ്റ് സീരീസിലെ ഈ ES50 എന്ന് പറഞ്ഞ മോഡലാണ്. 2 ടവർ സ്പീക്കർ ഇവിടെയും 2 ടവർ സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെൻട്രൽ സ്പീക്കർ എലൈറ്റ് സീരീസിൻ്റെ ES30 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ സെൻട്രൽ സ്പീക്കറിൽ നമുക്ക് നല്ലൊരു ബാക്കിലേക്ക് നല്ലൊരു ഡയലോഗിൻ്റെ ഒക്കെ നല്ലൊരു ബാക്കിലേക്ക് കിട്ടും ഈ സെൻട്രൽ സ്പീക്കർ വഴി. നമ്മൾ സിനിമ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആസ്വദിക്കുന്ന നല്ലൊരു ബേസ് കിട്ടാൻ വേണ്ടിയാണ്. ആ ബേസ് നമുക്ക് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബേസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പോൾക്കിൻ്റെ തന്നെ HTS10 എന്ന് പറയുന്ന മോഡലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുവഴി നല്ലൊരു ബേസ് നല്ലൊരു എഫക്റ്റ് നമുക്ക് സിനിമ കാണുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടർ ബെൻക്യൂവിൻ്റെ TH585 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ HD 3D പ്രൊജക്ടറാണത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സറൗണ്ട് സ്പീക്കർ പോൾക്കിൻ്റെ ES50 എന്ന മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 സറൗണ്ട് സ്പീക്കറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അറ്റ്മോസ് സ്പീക്കർ പോൾക്കിൻ്റെ RC60i എന്ന് പറഞ്ഞ മോഡലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുവഴി നമ്മൾ നല്ല മഴയും അതേപോലെ തന്നെ ഹെലികോപ്റ്റർ സീനൊക്കെ നല്ല രീതിയിൽ നല്ല എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സീലിംഗ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് നമ്മൾ ജിപ്സത്തിൻ്റെ പെർഫറേറ്റഡ് ടൈൽ വെച്ചിട്ട് അതിൽ നമ്മൾ വോള് ഫില്ല് ചെയ്ത് പോളിസ്റ്റർ ഫൈബർ ഫില്ല് ചെയ്തിട്ട് പെർഫറേറ്റഡ് ടൈൽ ഉപയോഗിച്ചാണ് നമ്മളിവിടെ സീലിംഗ് ചെയ്തേക്കുന്നത്. അതിൽ പെയിൻറ്റ് ഫിനിഷിംഗാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്ലോർ 2 സെഗ്മെൻറ്റായിട്ട് തിരിച്ചിട്ട് ഒരു റോയിൽ 4 ചെയറും അതേപോലെ തന്നെ അടുത്ത റോയിൽ മുകളിലത്തെ റോയിൽ 4 ചെയറും വെച്ചാണ് നമ്മളിവിടെ സീറ്റ് ചെയ്തിരിക്കുന്നത്. അതും റിക്ലൈൻ സീറ്റാണ്. 8 റിക്ലൈൻ സീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുവഴി നമ്മളൊരു പടം കാണുമ്പോൾ നല്ല റിലാക്സ് ആയിട്ട് ഒരു പടം കാണാൻ നമുക്ക് ഈ റിക്ലൈൻ സീറ്റ് വഴി സാധിക്കുന്നതായിരിക്കും. ഹോം തിയേറ്ററിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നാസർ സാറിനോട് തന്നെ ചോദിച്ചറിയാം. നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള നാസർ സാറിൻ്റെ വീട്ടിലാണ് ഈ ഹോം തിയേറ്റർ നമ്മൾ ചെയ്തേക്കുന്നത്. ഈ തിയേറ്ററിനെ കുറിച്ച് നാസർ സാറിനോട് തന്നെ അതിൻ്റെ അഭിപ്രായം ചോദിക്കാം. നാസർ സാറ് ഇതെന്താണ് ഈ തിയേറ്റർ ഉണ്ടാക്കാനാണ് എന്താണ് കാരണം? ആക്ച്വലി കുറേ നാളുകളായിട്ടുള്ളൊരു ആഗ്രഹമാണ് നമുക്കൊരു തിയേറ്റർ സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളത്. പക്ഷെ അത് അഫോർഡബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു ഹോം തിയേറ്ററൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻഡിവിജ്വലായി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വെച്ചുമ്പോൾ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിബേഷിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടുന്നതും ഡിബേഷായിട്ട് സംസാരിക്കുന്നതും. അങ്ങനെ ഡിബേഷോട് വന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞാൽ നമുക്കത് വലിയൊരു ഹൈ ബഡ്ജറ്റില്ലാതെ തന്നെ നമുക്ക് അഫോർഡബിളായിട്ട് ചെയ്യാമെന്നുള്ളൊരു ഫസ്റ്റ് ഇത് തന്നപ്പോൾ ആണ് അതിൽ നിന്നാണ് നമുക്കത് തുടങ്ങാം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടിയത്. അതല്ല ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയൊരു എമൗണ്ട് വരും എന്നുള്ളൊരു അറിയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. സാർ ഇപ്പോൾ ഇത്രയും തിയേറ്റർ ഞാൻ സാറിൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് D Square ഞങ്ങളെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞത് സാറിന്? ഞാൻ ഇങ്ങനൊരു മനസ്സിലൊരു ഐഡിയ തോന്നാനുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്നാമത്തെ ബിസിനസ്സിൻ്റെ തിരക്കുകൾക്കിടയിൽ ഫാമിലിയായിട്ട് നമുക്ക് പലപ്പോഴും സിനിമ കാണാൻ പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു വലിയൊരു ഘടകമായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ടൊരു ഇത് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ഇരിക്കുമ്പോൾ ഫസ്റ്റിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിള് ജസ്റ്റ് ഇങ്ങനെ ഹോം തിയേറ്റർ ചെയ്യുന്ന ആൾക്കാരെ സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് വന്ന പേര് D Square എന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് നോക്കുമ്പോൾ കറുകുറ്റി എന്നുള്ളൊരു അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ തൊട്ടടുത്താണല്ലോ, നമുക്ക് എന്തെങ്കിലും ആഫ്റ്റർ സർവീസോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലും നമുക്കതൊരു അടുത്തുള്ള ആൾക്കാർക്ക് ആണല്ലോ ഏറ്റവും നല്ലതെന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ഡിബീഷിനെ വിളിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ ഡിബീഷായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കത് നല്ലൊരു കോൺഫിഡൻസ് തോന്നി. നമുക്കൊരു ഇടപഴകാൻ പറ്റിയ ഒരാളായിരുന്നു പ്രത്യേകിച്ച് തോന്നി. അങ്ങനെയാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതും. പിന്നെ അങ്ങനെ ഡിബീഷ് ചെയ്ത വർക്കുകൾ റെഫറൻസൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അറിയുന്ന പല സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് നല്ലൊരു ഇത് തോന്നി, ഒരു ഇമ്പാക്റ്റ് തോന്നി. അങ്ങനെയാണ് ഇത് D Square ആയിട്ട് ഇങ്ങനെ മുന്നോട്ടുണ്ടായുള്ള റീസൺ.
അപ്പോൾ ഈ ഓപ്പൺ ടെറസിൽ സാറ് ഒരു തിയേറ്റർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത് സാറിന്? ഓപ്പൺ ടെറസിൽ ചെയ്യാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. കാരണം വീടിൻ്റെ അകത്ത് എനിക്ക് ഒരു തിയേറ്ററിൻ്റെ ഉള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ളൊരു ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രീ സ്പേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യാനേ വേറെ നിവൃത്തിയുള്ളൂ. ഞാൻ ആലോചിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഒരു നമ്മൾ സ്ട്രക്ചറിൽ നമ്മൾ അങ്ങനെ അത് ചെയ്തെടുക്കുമ്പോൾ കോസ്റ്റും നമുക്ക് അത്ര വലിയ കോസ്റ്റ് ഒന്നും വരില്ലല്ലോ. കാരണം ഓൾറെഡി റൂഫ് കവേർഡ് ആണ് ഇത്. പിന്നെ നമുക്ക് സൈഡ് മാത്രം നമുക്കൊന്ന് കവർ ചെയ്തെടുത്ത് അക്കോസ്റ്റിക് ചെയ്ത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ. ഒരു ബിൽഡിംഗ് ഒരു സ്ട്രക്ചർ ചെയ്ത് നമുക്ക് കോൺക്രീറ്റ് ചെയ്താലുള്ള ഒരു ബിൽഡിംഗ് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഇതിലൊന്നും ബഡ്ജറ്റിലൊന്നും നിൽക്കില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ കാരണം. അല്ല അപ്പം നമുക്കിതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ആര് വന്നാലും ഇത് കയറുമ്പോൾ ഒരു ഓപ്പൺ ടെറസ് എന്ന് തോന്നാത്തൊരു ഫീലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവരൊക്കെ നല്ലൊരു ഇതായി പറഞ്ഞത്. പിന്നെ ഈ ഒരു സൈസ് കിട്ടിയത് കൊണ്ടേ നമുക്കൊരു റെക്ടാങ്കിൾ സൈസ് കിട്ടിയതിൻ്റെ പേരിൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട്. പ്രത്യേകിച്ച് ബാക്കിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ അത് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന അതേ സെയിം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പടങ്ങളൊന്നും കാണാനായിട്ട് കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ പോകേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ഈ പറഞ്ഞ വളരെ ലേറ്റായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ആ സമയത്ത് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ സൗകര്യമായി. ഇപ്പോൾ അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് എങ്ങനെയുണ്ട്? ഒരു തിയേറ്ററിൽ കിട്ടുന്ന സൗണ്ട് എഫക്റ്റ് നമുക്ക് സൗണ്ട് എഫക്റ്റ് ഉള്ളതിൻ്റെ പേരിലാണ് നമുക്ക് ആ ഒരു തിയേറ്റർ ഫീൽ കിട്ടുന്നത്. ഇപ്പോൾ 7 ചാനലാണ് ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മറ്റേ റെയിൻ വരുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ആ ഒരു ഫീലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്ന് തന്നെ ആ ഫീൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണോ തിയേറ്ററിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആ സെയിം ഇത് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾ ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വർക്കുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലേ ഡിവിഷൻ്റെ ഫുൾ കൺട്രോളിൽ, അതായത് അവരുടെ സൂപ്പർവൈസറിൻ്റെ അണ്ടറിലാണ് ഈ ഓരോ കാര്യങ്ങളും. ഒരു ചെറിയൊരു ഒരു പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് ഒരു പെയിൻറ്റർ വരികയാണെങ്കിലും അവരുടെ ഒരു സൂപ്പർവൈസർ വന്നിട്ട് നോക്കി നിന്നിട്ടാണ് അവർ ചെയ്യിപ്പിക്കാറ്. അതൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അതെനിക്ക് ഭയങ്കര ഒരു 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 ഇതായിട്ട് തന്നെ എനിക്ക് തോന്നി. ഒരു പ്രൊഫഷണൽ ഒരു അപ്രോച്ചായിട്ട് എനിക്ക് തോന്നി. സാധാരണ ഇപ്പോൾ ഒരു കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വിളിച്ചു പറയും പെയിൻറ്റർ വരിക അല്ലെങ്കിൽ വേറെ കാർപ്പൻറ്റർ വന്നാൽ അത് ടച്ച് ചെയ്ത് പോകുന്ന അത്ര കാര്യമുള്ളൂ. പക്ഷെ അത് അവരുടെ സ്റ്റാഫും കൂടെ വന്ന് അത് നിന്ന് നോക്കി നിന്ന് വളരെ നീറ്റായിട്ട് വളരെ നല്ല സ്റ്റാഫാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടാണ്. അവർ ആ പിള്ളേരാണെങ്കിലും നല്ല പിള്ളേരാണ്. ഓരോ കാര്യങ്ങളും അവർ ചെയ്യണമൊക്കെ വളരെ ക്ലീൻ നീറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് 100% റെക്കമെൻഡ് ചെയ്യാവുന്നൊരു ഫേമാണ് ഡി സ്ക്വയർ. ഇത് ഞാൻ ഒരു പരസ്യത്തിന് വേണ്ടി പറയുന്നതല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഡി സ്ക്വയറിൻ്റെ പേരിൽ സാറ് ഈ വർക്ക് ഞങ്ങളെ ഏൽപ്പിച്ചതിലും അതേപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിലും ഡി സ്ക്വയറിൻ്റെ വളരെ വളരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ വർക്ക് ഏൽപ്പിച്ചത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൃത്യസമയത്തും വളരെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾ അത് ചെയ്തതിലും എനിക്ക് വളരെയധികം നിങ്ങളോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അതും ഈ അവസരത്തിൽ ഞാൻ പറയാം. ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഞാൻ എന്തായാലും നമ്മളെ ഇത് കണ്ടിട്ട് നല്ല റെഫറൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ റെഫർ ചെയ്യുള്ളൂ. കാരണം അത് നമുക്കൊരിക്കലും മോശമാവില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. ഓക്കെ, താങ്ക് യു. ശരി. ഇതേപോലെ നിങ്ങൾക്കൊരു ഹോം തിയേറ്റർ ചെയ്യാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഡി സ്ക്വയർ ഹോം സിനിമാസിൻ്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു 3D വരച്ച് തന്നതിന് ശേഷം ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.